ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ്. ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയ് പാപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് ബർത്ത്ഡേയുടെ ഒക്കെ ഒരു കുട്ടി വ്ളോഗ് കണ്ടാലോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേയുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജോയ് പാപ്പയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ അങ്ങനെ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങളുടെ വീട്ടിൽ എന്തൊരു ബർത്ത്ഡേ ആണെങ്കിൽ ഒരു കുട്ടി സെലിബ്രേഷൻ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവും. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ജോയ് പാപ്പയും മാമു ബിബിയും കൂടിയാണ് കേക്ക് കട്ട് ചെയ്യണത്. ഇപ്പോൾ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ മാമൂസാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഫ്രണ്ടിലിരിക്കുക. അങ്ങനെ കേക്കൊന്നും നമ്മൾ കൊടുക്കാറില്ല കേട്ടോ, ഒരു കുഞ്ഞ് പീസ് അല്ലാണ്ട്. എനിവേ എന്നാലും അവൾ ആദ്യം ഫ്രണ്ടിൽ വന്നിരിക്കും. അങ്ങനെ പപ്പ കേക്കൊക്കെ കട്ട് ചെയ്ത് അമ്മാമ്മയ്ക്കും മമ്മിക്കും എനിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഗസ്റ്റിനൊന്നും ആരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ നിന്നുള്ള പപ്പയും മമ്മിയും പിക്കും അമ്മച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്നിട്ട് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ മമ്മി വീട്ടിൽ നിന്ന് മമ്മിയാണ് ബിരിയാണി പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പയ്ക്ക് എന്ത് ഗിഫ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് കേട്ടോ ഞങ്ങളൊരു ദിവസം ഹൈലൈറ്റ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്താലോ എന്ന്. അങ്ങനെ നമ്മൾ വാച്ചോ വാങ്ങി അവിടെ നിന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാതെ ആക്ച്വലി ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം പപ്പയുടെ ഫോണിലാണ് ഞാനത് ഷൂട്ട് ചെയ്തിട്ട് അത് ഞാൻ വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതുകൊണ്ട് അതിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. അങ്ങനെ ഞാൻ എൻ്റെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പപ്പയുടെയും മമ്മിയുടെയും ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡ്രസ്സായിരുന്നു. പിന്നെ ബിനി മമ്മി ഓൾറെഡി രാവിലെ തന്നെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പപ്പയ്ക്കുള്ള ഡ്രസ്സ്. അങ്ങനെ പപ്പയ്ക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു, ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തു. പപ്പയ്ക്കും ഹാപ്പിയായി. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്നൊരു കുട്ടി ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മളൊരു ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടുള്ള കാര്യമായിരിക്കും അത്. നമുക്കിപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് ഇടയ്ക്ക് കാണണമെങ്കിൽ കാണാം. അപ്പോൾ മനസ്സിനതൊരു സന്തോഷമല്ലേ. അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ ബർത്ത്ഡേ ആണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുക. എനിക്കിഷ്ടം അങ്ങനെയാണ് കേട്ടോ. ഏത് ചെറിയ കാര്യമാണെങ്കിലും ഞാൻ എന്തായാലും അത് സെലിബ്രേറ്റ് ചെയ്തിരിക്കും. എനിവേ അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഹൈദരാബാദ് വ്ളോഗ് റാമോജി ഫിലിം സിറ്റിയിൽ പോയതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ റിലേറ്റഡ് വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ റാമോജിന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഓപ്പൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും കാണാം. അപ്പോൾ റാമോജിനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും നമ്മളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഹൈദരാബാദിൻ്റെ വ്ളോഗ് ഓരോന്നോരോന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാം ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വായോ. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം. I need an intervention.